ഇലയൂർ ചരുവിള ബംഗ്ലാവിൽ ജോസ് ആണ് കൊലപ്പെട്ടത്. ഹാളിലെ സോഫയിൽ ചാരിക്കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലും വെട്ടി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 5 രാത്രിയിലായിരുന്നു കൊലപാതകം. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമവും മകനുമുണ്ടായിരുന്നെന്ന് ഇവർ പറയുന്നു. തുടർന്ന് വീട്ടിൽ വെറുതെ കഴിയുന്നതിനിടയിലാണ് 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയത്. ഇതിനുശേഷമാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടെത്തിയതെന്നും ഇതിനുശേഷം പള്ളിയിൽ പോകാൻ മടിക്കാറുമുണ്ടെന്നും എപ്പോഴും മുറിയടച്ചിരിക്കുക പതിവായിരുന്നുവെന്നും മുറിയിലേക്ക് ആർക്കും പ്രവേശനവുമില്ലായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. ചിലപ്പോഴൊക്കെ രാത്രിയിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ മണിക്കൂറോളം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു. ഇക്കാരണത്താൽ പ്രജിൻ്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നും ഒരു വിവരവും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം.